എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇനിയാണ് പ്രധാനപ്പെട്ട സീൻ. സീൻ 5. സീൻ ഓപ്പണിംഗ്. വിഷമംഗലം കോവിലകം. ഗായത്രി വർമ്മയുടെ റൂം തുറക്കുകയാണ്. വിഷമത്തിലും ദേഷ്യത്തിലും ഗായത്രി വർമ്മ റൂമിന്റെ അറ്റത്തിരിക്കും. ഓക്കെ, വെർട്ടിഗോ എഫക്റ്റ് ക്യാമറ. എന്തോന്നു? അതൊരു എഫക്റ്റ്, പിന്നെ പറഞ്ഞുതരാം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ സ്ക്രിപ്റ്റ് വായിക്കാം. ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. ഗായത്രി വർമ്മ. വിഷമംഗലം കോവിലത്തെ ഒരു പെൺകുട്ടിക്കും ഈ ഒരു വിധി വരരുത്. ഇല്ല, അച്ഛൻ തിരുമേനിയും അമ്മ തമ്പുരാട്ടിയും രണ്ടു വഴിക്ക് പിരിഞ്ഞാലും മകളായി ഈ ഗായത്രി വർമ്മ പതറില്ല. എന്റെ കണ്ണുകളിൽ സങ്കട കണ്ണീർ നനവ് പറ്റില്ല. ഞാൻ പൊരുതി വിജയിക്കും. ലോകം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയായി മാറുമ്പോൾ അവകാശവാദവും ഉന്നയിച്ച് എന്റെ അടുത്ത് അച്ഛനും അമ്മയും എത്തും. അതാണ് ഈ ഗായത്രി വർമ്മയുടെ പ്രതികാരം. കട്ട്. വിമൺ എംപവർമെന്റ്. എങ്ങനെയുണ്ട്? സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ആര് കാശ് തുറക്കും? ആര് കാശ് മുടക്കിയാലും 1 ലക്ഷം രൂപ ഷുവർ ബെറ്റർ. ആരാ എഴുതിയത്? ഞാൻ. കാശ് ആര് മുടക്കുന്നുള്ള തീരുമാനമായില്ലല്ലോ. നീ പിടിയടി, കാശ് ഞാൻ മുടക്കം. എത്ര രൂപ? ലോ ബഡ്ജറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിമം ഒരു 15,000 രൂപ. എന്റെ രാമ, നീ ഈ പിള്ളേരെ വാക്കും കേട്ടോണ്ട് കൈ ഇങ്ങനെ പൈസ കൊണ്ട് കളയല്ലേ. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകല്ലേ. നെഗറ്റീവ് അടിക്കാതെ അച്ഛാ. അവൾ ഡയറക്ഷൻ ചെയ്യട്ടെ, ഭാവിയിൽ ഒരു ഡയറക്ടർ ആയല്ലോ. അത് ശരിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പക്ഷെ പ്രൊഡ്യൂസർ എന്റെ പേര് വെക്കണം, ദുബായ് റാം. പിന്നെ എന്റെ കഥയില് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും റോളുണ്ട്. ഞാൻ പോട്ടോ. ഇവരെ അഭിനയിക്കുന്നത് അതിന് കളയാനുള്ള പൈസ ഒന്നുമില്ല. ഇവര് അരി വറുത്ത് ബഡ്ജറ്റ് ഒക്കെ മാറും. അത് നടക്കാനൊന്നുമില്ല. വേറെ കൊള്ളാവുന്ന ആരെങ്കിലും വിളി. എടാ രാമ, നിനക്ക് അറിഞ്ഞൂടെ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ നാടകത്തിൽ അഭിനയിച്ചത് കുഷ്ഠരോഗിയായിട്ട്. ഉഗ്രനായിരുന്നു. അതിനല്ലേ രവിയേട്ടന് മറ്റേ മികച്ച ഹാസ്യ നടനുള്ള അവാർഡൊക്കെ കിട്ടിയത്. എന്തായാലും മക്കളെ, എന്റെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ, രംഗകല അനിൽകുമാർ സാർ സംവിധാനം ചെയ്ത ശകുന്തളത്തില് ഞാനായിരുന്നു ശകുന്തള. ഒയ്യോ, ആ വേഷം കയറി ഇങ്ങ് ഹിറ്റായി പോയേ. അതിനുശേഷം നാട്ടുകാർ മൊത്തം ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ദേ ശകുന്തള പോണു, ശകുന്തള പോണു, ശകു എന്നിങ്ങനെ വിളിച്ചോണ്ടേയിരിക്കുക. ഇതങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. ഇവിടെ ഗർഭമുനാന്ന് പകരം ഗർഭമുനാന്ന് പറഞ്ഞു. പിന്നെ ആ നാട്ടുകാർ മൊത്തം കുറെ നാള് ഗർഭമുന മണിക്കുട്ടി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഈ കഥ ആരംഭിക്കാം. നിങ്ങളെ തന്നെ അഭിനയിക്കണം. ഇത് അഭിനയിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ജീവിച്ചാൽ മതി. കാരണം ഇത് ജീവിതമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. സർ, നമുക്ക് തുടങ്ങിയല്ലോ സർ? ഒറ്റ ടേക്കിൽ നടക്കൂ? ഒറ്റ ടേക്കില് ഞങ്ങൾ റെഡി. ചക്കര മുടക്കണം ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നടക്കൂ? മണിയായിട്ട് വരൂലേ ഇപ്പൊ? മണിയുടെ കാര്യം തന്നെ പ്രശ്നം. റെഡിയാണ്. നമുക്ക് തുടങ്ങാം. ഐശ്വര്യമായിട്ട് തുടങ്ങാം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഡയലോഗ് ഒക്കെ അല്ലേ? അപ്പൊ ആദ്യം വിക്രമവർമ്മയുടെ ഡയലോഗാണ് ആദ്യം. അത് നമ്മൾ അതാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. ഡയലോഗ് അറിയാവോ? ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണോ? പറഞ്ഞു. എളുപ്പമാണ്. ഇല്ല, ഇനി ഒരു നിമിഷം പോലും നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഓക്കെ? ദേഷ്യത്തിലല്ലേ ഞാൻ നിൽക്കേണ്ടത്? അതെ അതെ. പിന്നല്ലാതെ. ശരി, കുറച്ചൊന്ന് ഇങ്ങോട്ട്. ഓക്കെ, റെഡി അല്ലേ? ക്യാമറ റോൾ. റോളിംഗ് സർ. ആക്ഷൻ. ഇല്ല, നോം തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും തന്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമില്ല. മടുത്തു. സുഹൃതക്ഷയം. എന്ത് മോളെ? ഡയറക്ടർ പങ്കൻ, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇവരെ കൊണ്ട് ഇവിടെ അരി വറക്കാനൊന്നും പറ്റിയൊന്നുമില്ലെന്ന്. ഇത് കൊള്ളാൻ ആരെങ്കിലും വിളിച്ച് അവനെ പേര് രാമനെന്ന്. പ്രൊഡ്യൂസറിന് അതിന്റെ ഒരു വിലയില്ല. തെറ്റിച്ചില്ലല്ലോ, കറക്റ്റ് പറഞ്ഞില്ലേ? ഫുള്ള് പറഞ്ഞില്ലേ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാ, എന്താ ഈ സുഹൃതക്ഷയം? അത് ഞാൻ കൈ നിട്ട് പറഞ്ഞ മോളെ. എന്താ നിങ്ങളെ കയ്യിൽ നിന്ന് കാലിൽ നിന്ന് ഇടണ്ട, നിങ്ങൾ അതിലുള്ള അതുപോലെ പറഞ്ഞാൽ മതി. നടക്കൊന്നുമില്ല കേട്ടോ, ഞാൻ പോണത്. ഒരവസരം കൂടെ കൊടുക്കാം. ഓക്കെ, വിക്രമൻ റെഡിയാണോ? എന്റെ അച്ഛനാണ് ഞാൻ. അയ്യോ, അച്ഛൻ അപ്പൂപ്പനൊക്കെ അത് പിന്നെ വീട്ടിനകത്ത്. ഓക്കെ, ക്യാമറ റോൾ. റോളിംഗ് സർ. ആക്ഷൻ. ഇല്ല, നോം തീരുമാനിച്ചിരിക്കുന്നു. തന്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും
ജീവിക്കില്ല. സുഹൃതക്ഷൻ തന്നെ. എങ്ങനെയുണ്ട് മോളെ? കട്ട്. അച്ഛാ, അച്ഛൻ അറിയാവോ ഡയലോഗ്? ഞാൻ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇതാണോ കറക്റ്റ്? എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ വരാറായി? സുഹൃത്തിന്റെ ക്ഷയവും ചുമയൊന്നും ഇല്ല ഇതില്. അതൊക്കെ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ മണി? എഴുതിയല്ലോ പറഞ്ഞത്, വേറെ ഒന്നല്ലോ. സുഹൃതക്ഷയം മാത്രം കയ്യിൽ വിട് 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 വിട്. പഠിച്ചിട്ട് ചെയ്യാ ഇനി. അച്ഛൻ കുറച്ച് റെസ്റ്റ് എടു. കുറച്ച് റെസ്റ്റ് എടു. ഡയലോഗ് പഠിച്ചു. അടുത്ത നമുക്ക് ഉണ്ണിമായയുടെ ഡയലോഗ് നോക്കാം. റെഡി, ഞാൻ പഠിച്ചോടെ ചെയ്യോ? ഫുൾ സെറ്റ് അല്ലേ? പിന്നെ ഡയലോഗ് പറഞ്ഞു തരണോ? വേണ്ട, വേണമെങ്കിൽ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ചോ, ഞാൻ ഓക്കെയാണ്. അറിയോ? പൊളിക്കണം മണി. ഓക്കെ, അപ്പം ഉണ്ണിമായ ഓൾ ദി ബെസ്റ്റ്. ക്യാമറ റോൾ. റോളിംഗ് സർ. ആക്ഷൻ. മത്തുവോ? എന്ത് മത്രവാ? മത്രോ കുത്രോ മടുത്തു. ഞാൻ വേണമെന്ന് വെച്ച് തെറ്റിച്ചതാണ്. അതെന്താ അറിയോ, നമ്മൾ ആദ്യം തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം വരും. ഉണ്ണിമായ ഓക്കെ? ക്യാമറ റോൾ. റോളിംഗ് സർ. ആക്ഷൻ. മടുത്തു. ഈ കോവിലകത്തെ ആണഹന്തയുടെ ആട്ടിൻകൂട്ടിയെ കെട്ടിത്തൂക്കാനായിരിക്കും. ആട്ടിൻകുട്ടിയെ കെട്ടിത്തൂക്കാനാ? സോറി ക്ഷമിക്ക്. സോറി. നിക്കേ ഒരു മിനിറ്റ്. ഈ പ്രൊഡക്ഷന്റെ ആളാരാ? എന്തിനാ? എനിക്കൊരു കരിക്ക് വേണമായിരുന്നു. ഈ തൊപ്പി വെച്ച കരിക്ക്. നിങ്ങളെ അഭിനയം മറ്റേ കെട്ടി കൊണ്ടുവന്ന് നടക്കുകയല്ലേ ടിപ്പറില് കരിക്ക് കുടിക്കേ? കരിക്ക് മാത്രം മതി, ഒരു ഐസ്ക്രീം കൂടെ എടുക്കട്ടാ? കുറച്ച് വെള്ളമെങ്കിലും തരുമോ? എന്റെ പെങ്കൊച്ചെ, ഞാൻ പോണ്. എനിക്ക് വയ്യ ഇതില്. ഞാൻ റെഡിയാണ്, പറയാം. ഒരു പ്രൊഡ്യൂസറിനൊക്കെ പറയേണ്ട വാക്കാണ് ഇത്. കരിക്ക് കൊണ്ടുകൊടുക്കുക അയാൾക്ക്. ഞാൻ താലത്തില് വേണ്ട, ഞങ്ങളിപ്പോ ശരിയാക്കാം. ബഹുമാനം ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. സാർ ഇപ്പൊ ശരിയാക്കി തരാം. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അയാളെ പറയണോ? അത് അയാളെ പറയണം. റെഡി, പെട്ടെന്ന് ഓക്കെ. റെഡി ആണല്ലോ? റെഡി. ക്യാമറ റോൾ. അമ്മച്ചിയാണ് അവസാനമായിട്ട് റോള്. മടുത്തു. ഈ കോവിലകത്തെ ആണഹന്തയുടെ ആട്ടും തുപ്പ് സഹിച്ച് ഇവിടെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനി ഡിവോഴ്സ് തന്നെ. അതാണ് ഈ ഉണ്ണിമാങ്ങയുടെ തീരുമാനം. ഞാൻ പോണെന്ന്. ഉണ്ണിമാങ്ങല്ലേ? ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. അത് കണ്ണി മാങ്ങാന്നാണ് പറയുന്നത്. ഞാൻ ഉണ്ണിമായ എന്നാണ് പറഞ്ഞത്. ഉണ്ണിമായ അതന്നെ ഞാനും പറഞ്ഞത്. നീ ഉണ്ണി മാങ്ങാന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. മാങ്ങ ചക്ക. അയ്യോ, ഞാൻ ആക്ഷൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ തുമ്മിയതാണ്. തുമ്മിയത്. അല്ല, കറക്റ്റ് പേര് മറ്റേതാ കേട്ടോ. ഇതിൽ ഇടേണ്ട പേര് അതാണ്, ഉണ്ണിമാങ്ങ. ഉണ്ണി ചക്ക. കമന്റ് അടിക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ പിടിച്ചിരുത്തിക്കുന്നത്. എനിക്ക് അഭിനയിക്കണമെങ്കിൽ സമാധാനം വേണം. അടുത്ത ആളെ വിളി. ഇത് ശരിയാവൂല. അല്ല, ഡയലോഗ് അല്ലേ? വിളി. ഡയലോഗ് പഠിക്കും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയും, മര്യാദക്ക് എടുത്തോണം. ഒരിക്കൽ കൂടെ. പ്ലീസ് സർ. ഒരു വട്ടം. ശരി. ക്യാമറ റോൾ. റോളിംഗ് സർ. ആക്ഷൻ. മടുത്തു. ഈ കോവിലകത്തെ ആണഹന്തയുടെ ആട്ടും തുപ്പും സഹിച്ച് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഡിവോഴ്സ്, അതാണ് ഈ ഉണ്ണിമായയുടെ തീരുമാനം. മുന്നോട്ട് വെച്ച കാലം ഞാൻ പതറില്ല. മണി. പതറി. ഇല്ല, എവിടേക്കോ മാറ്റടെ. വേറെ അടുത്ത ആളെ വിളി. അടുത്ത ആളെ വിളിക്കാൻ. ഇത് നടക്കൂല കേട്ടാ. എന്ത്? അടുത്ത് നമ്മളെ റിങ്കിയെ വിളിക്കാം. നമ്മുടെ ഗായത്രി വർമ്മ. ഗായത്രി വർമ്മ റെഡിയാണോ? ഇവരൊക്കെ എടുത്ത് മാറ്റണല്ലേ ചേച്ചി? റിങ്കി സൈഡിലോട്ട് മാറി. റെഡി ആണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ആക്ഷൻ പറയാം. അവിടെ നിന്ന് അകത്തേറുന്നു. ഞാൻ ആക്ഷൻ പറയും, എൻട്രി ആവണം, ഡയലോഗ് പറയണം. ഓക്കെ? ഡയലോഗ് അറിയാലോ അല്ലേ? ഓക്കെ. ഗായത്രി വർമ്മ. എന്റെ ഡയലോഗ് പിന്നെ തരാം. നീ പഠിക്കണം. പടി. ഓക്കെ, ക്യാമറ റോൾ. ഓക്കെ, റോളിംഗ്. ആക്ഷൻ. നിർത്ത. വിഷമംഗലത്ത് ഒരു പെൺതരിക്ക് എന്റെ ഈ വിധി ഉണ്ടാവാൻ പാടില്ല. ഇല്ല, അച്ഛൻ തമ്പുരാനും അമ്മ തമ്പുരാട്ടിയും രണ്ടുപേർക്ക് പിരിഞ്ഞാലും എന്റെ ഈ കണ്ണുകൾ നിറയില്ല. ഞാൻ പൊരുതി ജയിക്കും.
ലോകമറിയുന്ന ഒരു പെൺകുട്ടിയായി ഞാൻ മാറും. അപ്പോ അച്ഛൻ അമ്മ എന്ന നിലയിൽ അവകാശമായോ ഉന്നയിച്ച് നിങ്ങൾ എന്റെ അടുത്തെത്തും. അതാണ് ഈ ഗായത്രി വർമ്മയുടെ പ്രതികാരം. സോറി 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 സാർ. എനിക്കൊന്നും പറയാനില്ല. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവരെല്ലാരും കൂടെ എന്നെ ഒരു ഭ്രാന്തിയാക്കും സാർ. മോളെ ഒന്നുകൂടി. സാർ എന്റെ രാജിക്കത്ത് ഇല്ല. എടാ ഒന്നും കൂടി നോക്കാം. നോക്കണ്ട. വിളിച്ചോ. ബ്രേക്ക്. മോളെ ഫുഡ് എവിടെ? ബ്രേക്ക് പറഞ്ഞല്ല, ഫുഡ്. എന്റെ കരിയർ പോയി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.